ഫ്രണ്ടി വന്നിരുന്ന് ഉറങ്ങുന്നോടെ വിപിൻ സാറാണ് അന്ന് മാത്സ് എടുത്തത്. ഒരു തവണ ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ താഴെ വീണെണീറ്റിട്ടുണ്ട്. അത് ഫണ്ണിയായിട്ട് ഓടയ്ക്കകത്ത് കാല് പോയിട്ട് വീണെണീറ്റതാണ്. അത് കുറച്ച് വേഗം ബസ് പിടിക്കാനായിട്ട് ഓടിയത്. ഞാൻ ഇതുവരെ പഠിച്ചിട്ടും ശരിയാവുന്നില്ല അങ്ങനെ കരഞ്ഞിട്ടുണ്ട് കുറെ. റെയിൽവേയിൽ ഒരു ജോലി, ഒരു പോസ്റ്റ് എനിക്കായിട്ട് വേണം എന്നുള്ളൊരു ഇതുണ്ടായി എനിക്ക്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ അമ്മ വിളിക്കും, അതെവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കും. അവിടെ ഒരു കടയുണ്ട്, ഒരു ടീ ഷോപ്പ് പോലെ വീടിന്റെ ആ ഒരു ഫ്രണ്ടിൽ ഓപ്പോസിറ്റ്. പക്ഷേ ഏജ് ഉള്ളവർക്കും പഠിക്കാം എന്നുള്ളൊരു ഇത്, ഏജ് മാത്രമല്ല ഈ ഒരു കുറച്ച് ബ്രേക്ക് വന്നവർക്കും തിരിച്ച് റിക്കവറായി വരാം. അത് നമ്മൾ തന്നെ ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് എടുക്കാം. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യൻ റെയിൽവേയുടെ പരീക്ഷകൾ എഴുതാറുണ്ട്. അതിൽ വളരെ കുറച്ചു പേരാണ് ഇന്ത്യൻ റെയിൽവേ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ക്ലിയർ ചെയ്ത ഒരാളാണ്. നമുക്ക് പരിചയപ്പെടാം. ദിശ അക്കാഡമിയുടെ സ്വന്തം സ്റ്റുഡൻ്റായ നന്ദനെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നന്ദന. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നൊരു ഫീൽഡിലേക്ക് വന്നത്. നന്ദനയുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ കാര്യങ്ങളൊന്ന് പറയാമോ? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. അമ്മ ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ടീച്ചറാണ്. അനിയത്തി ഇപ്പം ബിടെക് തേർഡ് ഇയർ ആണ്. അച്ഛൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ സ്റ്റാഫാണ്. അപ്പൊ ബിടെക് 2019 പാസ് ഔട്ട് ആയി. അതിനുശേഷം എങ്ങനെയായിരുന്നു ജേർണി? ദിശയിൽ എത്തുന്നത് വരെയുള്ള ജേർണി എങ്ങനെയാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ടൊരു പ്രൈവറ്റ് കമ്പനിയിൽ തന്നെയാണ് ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തായിരുന്നു. അതിന്റെ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടെ തന്നെ കുറച്ച് നാള് ഉണ്ടായി. അത് കഴിഞ്ഞപ്പം കോവിഡിന്റെ ഇഷ്യൂസ് എല്ലാം വന്നു. ആ ഒരു ടൈം എന്ന് പറഞ്ഞ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടിയതുപോലെയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ചുറ്റും നടത്താൻ, അതായത് ഈ സോഷ്യൽ മീഡിയ വഴി കുറെ അധികം എക്സാംസിനെ പറ്റി അറിയാൻ പറ്റി, എന്താണ് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി. എനിക്ക് വലിയ നോളജ് ഒന്നും ഇല്ലായിരുന്നു. ഈ റെയിൽവേയിൽ എന്തൊക്കെ പോസ്റ്റുകളുണ്ട്, എന്തൊക്കെ എക്സാംസ് ഉണ്ട്, എങ്ങനെയൊക്കെ ഇതൊക്കെ പഠിക്കാം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലാണ് ജസ്റ്റ് അതായത് ഒരു പ്രൈവറ്റ് ഫേമിൽ എങ്ങനെ ഇരിക്കുന്ന ഒരാള് ആ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തൊക്കെ സ്ട്രഗിളിലൂടെ ഫേസ് ചെയ്ത് പോകുന്നുള്ളത് മനസ്സിലായി ആ ഒരു ടൈമിൽ. അപ്പം ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫുകളായിട്ടിരുന്നവർക്ക് പലർക്കും ഫുൾ പേയ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു, സാലറി കട്ടില്ലായിരുന്നു. പക്ഷെ പല പ്രൈവറ്റ് ഫേമിലുള്ളവരും കഷ്ടപ്പെടുന്നത്, ഇൻക്ലൂഡിങ് ഞാൻ അടക്കം കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ആ ഒരു ടൈമിൽ ജസ്റ്റ് അനലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും. പിന്നെ VSSC അത് കഴിഞ്ഞ് VSSC കുറച്ച് നാള് വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കമ്പനിയിൽ കയറിയായിരുന്നു. അത് വർക്ക് ഫ്രം ഹോം ജോബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ചെറിയൊരു രീതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ള രീതിയിൽ പോയായിരുന്നു. പക്ഷേ അത് ആ ടൈമിൽ എനിക്ക് ഇത് വേണ്ട, എനിക്കിത് പറ്റത്തില്ല, ഞാനൊരു ബാക്കിലേക്ക് ആയി പോകുന്നു. കാര്യം എല്ലാവരും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എൻ്റെ ഒരു മൈൻഡിൽ ആ ഒരു തോട്ട് തന്നെ നിന്നു. അപ്പോ ആ ഒരു ഇതിലായതുകൊണ്ട് ഞാൻ അത് വീണ്ടും ഉപേക്ഷിച്ചു, ആ ഒരു അറ്റംപ്റ്റ് ഉപേക്ഷിച്ചു, ഓടിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. അത് എന്നിട്ട് വീണ്ടും ജോലിയിലേക്ക് കയറി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു 2024 ഒക്കെ ആവുന്ന ആ ഒരു ടൈമില് റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ, ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ALP ആണ് വന്നത്. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഓടി ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമായിരുന്നു. പിന്നെ കോവിഡ് സമയമാണ് ആക്ച്വലി എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാനായിട്ട് മൊമെന്റ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും ഇപ്പം എന്ന് വെച്ചാൽ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഇതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു ടൈമിൽ നമുക്ക് പല ഡിസിഷൻസും എടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈമായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് 2024 ദിശയിൽ എത്തി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ? എൻ്റെ അമ്മയാണ് ഫുള്ള് സപ്പോർട്ടീവായിട്ട് നിന്നത്. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു LD ക്ലർക്ക് എക്സാം ആണെങ്കിൽ കൂടി അത് ക്രാക്ക് ചെയ്താൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, കുഴപ്പമില്ല, അത് മതി എന്നുള്ള രീതിയിലാണ്. കാര്യം കൂടെ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനാണ് പഠിച്ചത്. അപ്പം കൂടെ പഠിച്ചവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അബ്രോഡൊക്കെ പോയി, അങ്ങനെ ആ ഒരു അബ്രോഡ്. പക്ഷെ അമ്മയ്ക്ക് എന്നെ വിദേശത്തേക്ക് വിടുന്നതിലും അതുപോലെ എനിക്കും പേഴ്സണലി പോകുന്നതിലും ഒരു താല്പര്യമില്ലായിരുന്നു.
അങ്ങനെയാണ് നാട്ടിൽ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മയുടെ ആഗ്രഹം ഒരു ഗവൺമെന്റ് ജോലിയായിരുന്നു, പക്ഷെ എൻ്റെ ആഗ്രഹം ഒരു സെൻട്രൽ ഗവൺമെന്റ്. അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം 2024 ആ ALP പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ദിശ അക്കാഡമിയിലെത്തി ആ എക്സാം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു വലിയൊരു സക്സസ് അച്ചീവ് ചെയ്ത് ഈ ഒരു സമയത്തിരിക്കുമ്പം ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു പേഴ്സണെ പറയാൻ പറ്റും? അതായത് ഈ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് ഇപ്പം നിൽക്കുമ്പോൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഓർക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ, ഒരാളുടെ പേര് പറയാൻ ചോദിച്ചാൽ പറയാനുണ്ടാവോ? അങ്ങനെ ചോദിച്ചാൽ 2-3 പേര് ഉണ്ട്, പക്ഷെ അത് ഇത്തിരി പാടാണ്. ഒരാള് പറയുന്നത് പാടാണ്, ഒരാൾ എൻ്റെ അമ്മയാണ്, അത് ഞാൻ പറയുന്നു. അപ്പം അമ്മ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ഈ ഒരു ജേർണിയിൽ എന്ന് പറഞ്ഞാൽ. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു. ബാക്കി ചുറ്റും നിൽക്കുന്നവർ എന്തും പറഞ്ഞോട്ടെ, നീ എന്താണോ നിനക്ക് തോന്നുന്നത് അത് നീ ചെയ് എന്നുള്ള കാര്യമാണ് അമ്മ പറഞ്ഞത്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഈ ഒരു പ്രിപ്പറേഷൻ സമയത്തുള്ള ഏറ്റവും വലിയൊരു ഭയം എന്തായിരുന്നു? അതായത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ വലിയൊരു ഡിസിഷനാണ്, ഇത്രയും നാൾ ജോലി ചെയ്തിരുന്നതായിരുന്നു. അപ്പം എന്തായിരുന്നു ഏറ്റവും വലിയൊരു ഭയം ആ സമയത്തുള്ള? അത് ഒരു തവണ ഇതുപോലെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണ്. കുറച്ച് നാള് കോച്ചിങ്ങിനൊക്കെ പോയി, അത് ആ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ടായി ജസ്റ്റ് ഇതുപോലെ പോയ ഒരാളാണ്. അപ്പം വീണ്ടും നിർത്തി പോവോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു കിറ്റ് എപ്പം ഏതൊരു മൊമെന്റിൽ വേണോ കിറ്റുയോ എന്നുള്ളൊരു തോട്ട് വന്നോണ്ടിരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും നനഞ്ഞു, ഒരു ചൊല്ല് പറയുന്ന പോലെ എന്തായാലും നനഞ്ഞു, ഇനി അത് കുളിച്ച് കയറിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു ഇത്. അപ്പൊ എപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതായത് ഗവൺമെന്റ് ജോബാണ് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് അതാണ് വേണ്ടതെന്ന് ഉറപ്പിച്ച ഒരു ടൈം എപ്പോഴാണ് അത് ഡിസൈഡ് ചെയ്തത്? ഉറപ്പിച്ച ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു ടൈമിൽ തന്നെയാണ്, മെന്റലി ആ ഒരു പ്രിപ്പറേഷനിൽ തന്നെയാണ് വന്നത്. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് കുറച്ച് പേഴ്സണലി കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറേ സ്ട്രഗിള് അനുഭവിച്ചിട്ട് ഉള്ള ഒരാളാണ്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഉറപ്പിച്ചു, എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി എനിക്കൊരു എന്തേലും ഈ ഒരു റെയിൽവേയിൽ ഒരു ജോലി, ഒരു പോസ്റ്റ് എനിക്കായിട്ട് വേണം എന്നുള്ളൊരു ഇതുണ്ടായി എനിക്ക്. ആ ഒരു തീരുമാനം സ്ട്രോങ് ആയി വന്നു. ഓരോ ദിവസം കൂടുന്തോറും ഈ ഒരു ക്വിറ്റ് ചെയ്ത് പോകുമെന്നുള്ളൊരു പേടി, അതോടൊപ്പം തന്നെ എനിക്ക് എന്തേലും ആകണം എന്നുള്ളൊരു ഇതും ഒരുപോലെ പാരലായിട്ട് വന്നായിരുന്നു അല്ലേ? ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ പരീക്ഷ ഇപ്പം RRB ALP എക്സാം ആണ് ക്ലിയർ ചെയ്തത്. അപ്പം അതിനോടൊപ്പം തന്നെ ഒരുപാട് പരീക്ഷകൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എത്ര പരീക്ഷകളോളം തോറ്റിട്ടാണ് അവസാനം ഈ ഒരു സക്സസ് എത്തിയത്? അത് കുറേ പരീക്ഷകൾ തോറ്റുപോയിട്ടുണ്ട്. ഇതിൽ തന്നെ ടെക്നീഷ്യനും കുറച്ച് പോയിന്റിന്റെ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് പോയത്. NTPCയും അതുപോലെ തന്നെ. അങ്ങനെ പല എക്സാംസും നമ്മൾ പോയിന്റിന് ഭയങ്കര ഒരു വാല്യൂ കൊടുക്കുന്ന, നമ്മൾ വിചാരിക്കും ഒരു 0.0 സംതിങ് ആ ഒരു ഇതിൽ വരെ നമ്മൾ ചിലപ്പം റാങ്ക് ലിസ്റ്റിൽ വളരെ ബാക്കിലാവാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിലൊന്നും വരത്തില്ല. ആ ഒരു ഇത് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ നോർമലൈസേഷനും പ്രോ റേറ്റിംഗും ഒക്കെ വളരെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഏത് ഫെയിലിയർ ആണ്? കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായെന്ന് പറഞ്ഞു. ഏറ്റവും വിഷമിപ്പിച്ച ഒരു തോൽവി ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു? ഏറ്റവും വിഷമിപ്പിച്ച ഒരു തോൽവി എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാനൊന്നും പ്രതീക്ഷിക്കാതെ പോയി എഴുതിയ ഒരു എക്സാമാണ് ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഗ്രേഡ് 3 എഴുതിയ PCMന്റെ അത്. പക്ഷെ അത് അതൊരു റിസൾട്ട് കിട്ടി, കട്ട് ഓഫിനോട് അടുപ്പിച്ച് മാർക്ക് കിട്ടിയായിരുന്നു. പക്ഷെ എന്നാലും കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് എന്നെ ഒരുപോലെ വിഷമിപ്പിച്ചു. അതുപോലെ തന്നെ ഞാനത് എത്രത്തോളം അതിന് ഒന്നുണ്ട്, അതിനനുസരിച്ച് ഞാൻ സന്തോഷിച്ചു. കാര്യം ഞാൻ ഇതുവരെ എത്തിയില്ലേ എന്നുള്ളൊരു, ഇനിയും കുറച്ചും കൂടെ ഒന്നായാൽ ഏതെങ്കിലും ഒരു നല്ല പോസ്റ്റ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയി വന്നു. അതുപോലെ എപ്പോഴെങ്കിലും ഇതങ്ങ് നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ക്വിറ്റ് ചെയ്യാൻ വേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വീണ്ടും ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം? അത് എല്ലാ എക്സാമും കഴിയുമ്പോഴത്തേക്കും ഞാനിത് കിറ്റ് ചെയ്താലോ എന്നുള്ളൊരു ഇതെനിക്ക് തോന്നും, ആ ഒരു തോട്ട് തോന്നും. അന്നേരം തന്നെ വേറൊരു എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കും. അപ്പൊ ശരി, ഇനി കിറ്റ് ചെയ്യണ്ട, ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് കിറ്റ് ചെയ്യാം. ഞാൻ എല്ലാവരുടെ പറയുന്ന അതാ, ഞാൻ ഇനി നിർത്തിയിട്ട് ഒരു പ്രൈവറ്റ് ജോബിലേക്ക് അഥവാ എനിക്കിത് പറ്റിയില്ല എന്നുള്ളത് പോവുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു എക്സാമും കൂടെ എഴുതി കഴിയിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയും, ഇതെന്തായാലും ഈ ഒരു എക്സാം അല്ലെങ്കിൽ അടുത്ത മാസം വരുന്ന ഇത് ഇങ്ങനെ എന്നെ ഈ എക്സാമുകളുടെ ഈ ഒരു
ഡേറ്റ് ആണ്, റെയിൽവേയുടെയും SSCയുടെ ഒരു ഡേറ്റ് ആണ് എന്നെ ഇങ്ങനെ ഇത്രയും കൊണ്ടുപോയത്, പിടിച്ചു നിർത്തിയത്. അതെ, ഓക്കെ. അപ്പോൾ അതുപോലെ ആരെങ്കിലും ഇപ്പം പലരും ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ കാര്യം പറഞ്ഞു, അമ്മ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ഒരു ജേണിയിൽ? ഗവൺമെന്റ് ജോബ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ 2-3 പേര് ഉണ്ടായിരുന്നു. എന്താ ഉള്ള പ്രൈവറ്റ് ജോലി മതിയായിരുന്നല്ലോ, അതിൽ തന്നെ സ്റ്റക്കായി നിന്നാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർ പറയുന്നു നല്ല ജോലി കളഞ്ഞിട്ട്, അവരെപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു എമൗണ്ട്, ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ ഒരു സാലറിയുടെ ആ ഒരു ബേസിസിൽ പറയും, ആ ഒരു സാലറിയോ അത് ആ ഒരു ഇത്രയും പൈസ കിട്ടുമായിരുന്നല്ലോ, എന്നിട്ട് അതെന്തിനാ കളഞ്ഞിട്ട് വന്നേ, അതെന്താ കുഴപ്പം, വെറുതെ കളഞ്ഞിട്ട് ഇപ്പം പൈസയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയല്ലേ, ഇങ്ങനെ കുറെ ടോക്കുകൾ. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പം കിട്ടിയല്ലോ അല്ലെ, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തത്. മാത്രമല്ല അപ്പൊ മറ്റൊരു സ്ട്രഗിൾ ഇപ്പൊ പറഞ്ഞത് തന്നെ ഒരു പ്രശ്നമാണ്. അതായത് ഈ സമയങ്ങളിൽ പ്രിപ്പറേഷൻ സമയത്തൊക്കെ ഫിനാൻഷ്യലി എങ്ങനെ മാനേജ് ചെയ്തു? ബുദ്ധിമുട്ടായിരുന്നു? ഫിനാൻഷ്യലി ഞാൻ ആക്ച്വലി ഈ ജോലിക്കൊക്കെ പോയി ആ ഒരു ടൈമിൽ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു നമുക്കറിയാലോ, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കാശ് വന്നു. അപ്പൊ കാശ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകും. പിന്നെ വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ചോദിക്കാനും നിൽക്കില്ല. അതായത് നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു സമയം പോലെ അല്ലല്ലോ, ഇപ്പൊ ചോദിക്കാനും നിൽക്കത്തില്ല എന്നുള്ളൊരിത്. അപ്പൊ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ, ഞാനിത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് തിരിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ഒരാളെ ആ ഒരു നിലയ്ക്കെന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാനും പറ്റത്തില്ല. എനിക്ക് ആ ഒരു പിന്നെ കുറച്ച് സേവിങ്സും എല്ലാ കാര്യങ്ങളും, പിന്നെ ഫ്രണ്ട്സ് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്, ഓരോ എക്സാം ഫീ തരാനും അങ്ങനെ കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കുറേ അറിഞ്ഞിങ്ങനെ തരുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ. അതുപോലെ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ സമയത്ത് എപ്പോഴെങ്കിലും കരഞ്ഞു പോയ സാഹചര്യം ഉണ്ടോ? വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രിപ്പറേഷൻ ജേർണിയുടെ സമയത്ത് എപ്പോഴെങ്കിലും? കരഞ്ഞിട്ട് ഒത്തിരി തവണ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ചില മോക്ക് ടെസ്റ്റ് നമ്മളെ കരയിപ്പിക്കുമെന്നാ പറഞ്ഞ് ഒരു ചില മോക്കുകൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കരഞ്ഞു. എന്താണ് നമ്മൾ ഇത്രയും ഒരു ലെവൽ എത്തിയിട്ട് ഒരു ദിവസം ചിലപ്പോൾ മോക്കിന് നല്ല മാർക്കായിരിക്കും, അടുത്ത ദിവസം ഇപ്പം ഞാൻ പാരലായിട്ട് ഏൽപ്പിക്ക് അതുപോലെ തന്നെ ജെയ്ക്കും പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് ഓരോ എക്സാംസിന് നമ്മളിങ്ങനെ ഓരോ മോക്ക് ചെയ്യുമ്പോഴത്തേക്കും ചില മോക്കുകളിൽ നമ്മൾ നല്ല സ്കോർ വാങ്ങാറുണ്ട്, ചിലതിൽ വളരെ കുറവ് സ്കോറും. അതുപോലെ തന്നെയാണ് ഓരോ ദിവസം ചെയ്യുന്ന, ചിലപ്പോൾ ഇന്ന് രാവിലെ ചെയ്യുന്ന മോക്ക് നല്ല ഈസി ആയിരിക്കും, പക്ഷെ വൈകിട്ടാകുമ്പോൾ എല്ലാം പോകും കയ്യിൽ നിന്ന്. അപ്പം നമ്മൾ പഠിക്കുന്ന ശരിയല്ല, അപ്പം എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇതുവരെ പഠിച്ചിട്ടും ശരിയാവുന്നില്ല, അങ്ങനെ കരഞ്ഞിട്ടുണ്ട് കുറെ. ഓക്കെ. ഇനിയും പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഒരു ദിവസം ആവറേജ് എത്ര മണിക്കൂറൊക്കെ വെച്ച് പഠിക്കുമായിരുന്നു? അത് 8 മണിക്കൂറാണ് എൻ്റെ ഒരു ലെവൽ, എൻ്റെ ആ ഒരു സാച്ചുറേഷൻ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സാച്ചുറേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. 8 അവേഴ്സ് ഒരു ഡേയിൽ പഠിക്കാനൊക്കെ ആ ഒരു അത്ര ഒരു കാലിബർ വെച്ച് പഠിക്കാറുണ്ട്. ഒരു ആവറേജ് ഡേ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആവറേജ് ഡേ ഒന്ന് പറയാമോ? ആവറേജ് ഡേ ഇവിടെ കോച്ചിങ് എടുത്ത ടൈമിലാണെങ്കിൽ രാവിലെ എണീക്കാന്ന് വെച്ചാൽ ഒരു 6 മണിക്കൊക്കെ എണീക്കുള്ളൂ. കാര്യം ഞാൻ ഈ ലേറ്റ് നൈറ്റ് ഇച്ചിരി ഇരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീക്കും. അത് കഴിഞ്ഞിട്ട് അമ്മയെ കുറച്ച് ഹെൽപ്പ് ചെയ്യും, കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ഗാർഡനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പം രാവിലെ ഒന്ന് റിവൈസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങൾ, എന്താണ് ഇന്നലെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണ് നോക്കിയത്, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് ഈ വർക്ക് പോലെ പിറ്റേ ദിവസം ചെയ്യാനുള്ളതൊക്കെ കുറെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കാറുണ്ട്. ടൈം കിട്ടിയാൽ ആ സമയം നോക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ റെഡി ആയിട്ട് പോവാണ്. അപ്പം ഈ ബസ്സിൽ ഇരുന്നിട്ട് ഞാൻ കുറേ റിവിഷൻ ക്ലാസ്സും പലരുടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നെടുമങ്ങാടുന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാനായിട്ട് എനിക്ക് 1 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു ബസ്സിൽ ചുറ്റി വരാനായിട്ട്. അപ്പൊ ആ ടൈമിൽ ഞാൻ കുറെ വീഡിയോസ് കാണും, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിന്റെ വരെ കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ കാണും. അപ്പം ആ ഒരു ടൈമിൽ ഹെഡ്സെറ്റും വെച്ച് ഫോണിൽ ക്ലാസ് കണ്ട് ഇങ്ങനെ വരുവാണ് ചെയ്യുന്നത്.
എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പം അറിയാലോ ഓരോ ക്ലാസ് ആയിട്ട് ഓരോ ഇത് കഴിയും, ഓരോ സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂണ് ആണ് മെൻറ്ററിങ് സെക്ഷൻ വരുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു മെൻറ്ററിങ്. അപ്പം എനിക്ക് ഞാൻ ഭയങ്കര ലക്കിയും ആൻഡ് പ്രൗഡായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു മെൻറ്ററിനെ കിട്ടി. ആദ്യം ഒക്കെ ഒരാഴ്ച ഇവിടെ ജോയിൻ ചെയ്ത ടൈമിൽ മെൻറ്റർ എന്ന് പറയുന്നത് കുറച്ച് ഒരു കൺഫ്യൂസിങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പുള്ളി എന്താ എന്ന് വെച്ചാൽ പുള്ളിക്ക് അതെ ബിബിൻ സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പം ഒരു കൺഫ്യൂസിങ് പോലെ തോന്നി. അയ്യോ പുള്ളിയും കൺഫ്യൂസ്ഡ് ആണ് കുറച്ച്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ട്രാക്കിൽ വന്നായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതായി, കുറച്ചൊരു കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വന്നു. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുവാണെങ്കിലും അറിഞ്ഞൂടാത്ത നമ്മൾക്ക് ഡൗട്ട്സ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് തുറന്ന് പറയാമെന്നുള്ളൊരിത് എന്ന് വെച്ചാൽ എപ്പോഴും അവൈലബിൾ ആയിരുന്നു ആള്. അങ്ങനെയെല്ലാം ഷെയർ ചെയ്യായിരുന്നു. എന്നിട്ട് വൈകിട്ടും ഇതേ പ്രോസസ്സാണ്. ഒരു 4 മണിക്കൊരു ഡയറക്റ്റ് ബസ് ഉണ്ട്. അപ്പൊ എനിക്ക് അതിന് പോകണം. 4:30 വരെ ഉള്ള ക്ലാസ്. അപ്പം ഞാൻ 4 മണിക്ക് മാക്സിമം ഇറങ്ങി പോകാറുണ്ട്. ഇറങ്ങി പോകുമ്പോഴത്തേക്കും തിരിച്ചും ഇതുപോലെ തന്നെ ഫോണിൽ നോക്കിയിട്ട് വരിക, അല്ലെങ്കിൽ ചിലപ്പം ബസ്സിൽ ഇരുന്ന് ഉറങ്ങുക. ഇതായിരുന്നു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്, മോക്ക് ചെയ്യാനിരിക്കും. ഒരു ഇതിലാണ്. എത്ര മണിയാകുമ്പോൾ കിടക്കും അതിനുശേഷം? എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 12:30 1 മണിയൊക്കെ വരെ ഇരിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഈ പ്രിപ്പറേഷൻ ഒരു ദിവസം അങ്ങനെ ദിശ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പം മെൻറ്ററിങ് സെഷൻ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞത്. അപ്പം മെൻറ്ററിങ് സെഷന് എങ്ങനെയാണ് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇവിടെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നത്? മെൻറ്ററിങ് സെക്ഷനിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. നമുക്ക് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരും. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ടൈപ്പ്. ഇപ്പം മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഒരു ടോപ്പിക്കിന്റെ കീഴിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള. അപ്പം എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ ചിലപ്പം യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ച കുറച്ചൊരു മെത്തേഡ് അറിയായിരിക്കും. അത് മാത്രമല്ല, അത് പലർക്കും വേറെ അവിടെ ആ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ് നമുക്ക് മെൻറ്ററിങ് തരുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതിൽ നിന്നും അറിയാത്ത കാര്യങ്ങൾ മെന്ററിന്റെ അടുത്ത് ചോദിക്കും. അപ്പം പല മെത്തേഡ് കിട്ടാൻ നമുക്ക് ഈസിയാണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ മെത്തേഡ്സ് കിട്ടാറുണ്ട്. അങ്ങനെയായിരുന്നു. ഓക്കെ. ഇനിയും പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഏറ്റവും പേടിച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? അത് എക്കണോമിക്സ് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കുറച്ചൊന്ന് ബാക്കപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഇതാണ്. പക്ഷെ ഗ്രൂപ്പായിട്ട് ഇരുന്നാൽ ഓക്കെയാണ്. ഗ്രൂപ്പായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്താൽ. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്ജക്ട് ഏതാണായി മാറിയത്? നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് സയൻസ് ആണ് അത് ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നതെന്ന് തന്നെ പറയാം. സയൻസ് ഇപ്പോൾ നമുക്ക് ഓരോ എക്സാംസിനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ അത് പലർക്കും ഒരു നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. കാര്യം എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുവാണെങ്കിലും മോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ വേറൊരു മെന്റാലിറ്റിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ റിയൽ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് ടെൻഷൻ വന്നിട്ട് കുറച്ച് ഒരു പാനിക് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് ആ ഒരു ടൈമിൽ നമ്മൾ വായിച്ച് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം കുറെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ്. അപ്പം ഇനിയും അടുത്തൊരു റൗണ്ട് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ട്, അതായത് പെട്ടെന്ന് ചോദ്യങ്ങൾ, ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട്, അതിൻ്റെ ഉത്തരം വളരെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. 2 ഓപ്ഷൻസ് ഉണ്ടാവും ഒന്നിൽ. ഓക്കെ, ചോദിക്കാം. ഓക്കെ, മോർണിംഗ് ഓർ നൈറ്റ് സ്റ്റഡി? നൈറ്റ് സ്റ്റഡി. നൈറ്റ് സ്റ്റഡി ആയിരുന്നു കംഫർട്ടബിൾ? നൈറ്റ് സ്റ്റഡി. അത് എൻ്റെ വീട് കുറച്ച് റോഡ് സൈഡിലാണ്. അപ്പം മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും 4:30 മുതൽ എണീറ്റിരിക്കും. പിന്നെ അവിടെ ഒരു കടയുണ്ട്, ഒരു ടീ ഷോപ്പ് പോലെ വീടിന്റെ ആ ഒരു ഫ്രണ്ടിൽ ഓപ്പോസിറ്റ്. അപ്പൊ രാവിലെ അവിടെയുള്ള വയസ്സായ ആൾക്കാരെല്ലാരും കാര്യം പറയല് എല്ലാം ബഹളമായിരിക്കും. അപ്പൊ എനിക്ക് രാത്രിയാണ് കുറച്ച്, അതുമല്ല രാവിലെ വാഹനങ്ങളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. രാത്രി കുറച്ചും കൂടെ കംഫർട്ടാണ്. ടീ ഓർ കോഫി? കോഫിയാണ് കംഫർട്ടബിൾ. അത് ഡെയിലി ബേസിസിലല്ല, പക്ഷെ ചില സമയങ്ങളിൽ കോഫി കുടിക്കുമ്പോൾ കുറച്ചൊരു അറിയാലോ, എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു റീഫ്രഷ്മെന്റും ഒക്കെ ഉണ്ടാവും. നമ്മളൊരു കുറച്ചൊരു എനർജറ്റി വരും. പക്ഷെ ഡെയിലി ബേസിസിൽ ഒരിക്കലും ഇല്ല. ഓക്കെ, മാത്സ് ഓർ റീസണിങ്? റീസണിങ് ആണ്. റീസണിങ് ഇപ്പം മാത്സ് ചെയ്താലും റീസണിങ് ചെയ്താലും ഉറക്കം നമ്മൾ കുറച്ചൊന്ന്
ഇത് നമ്മുടെ ഉറക്കത്തിന്റെ ആ ഒരു ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ കുറച്ചും കൂടി എനിക്ക് റീസണിങ് ആണ് ഇഷ്ടം. അപ്പൊ ആവശ്യമില്ലാതെ ഇതുപോലെ ഒരു ചെറിയൊരു മയക്കമൊക്കെ വരുമ്പോൾ റീസണിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ? ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ ആണ്. കാര്യം ഓഫ്ലൈനിൽ വന്ന് പഠിക്കുമ്പോൾ ഓൺലൈൻ ഒരിക്കലും മോശമല്ല, പക്ഷെ ഓഫ്ലൈനിൽ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടും. പല കാര്യങ്ങളും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അത് മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നി. ഓക്കെ, അടുത്തത് മോക്ക് ടെസ്റ്റ് ഓർ സെക്ഷൻ ടെസ്റ്റ്? ഫുൾ മോക്ക് ടെസ്റ്റ്. ഓക്കെ, ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു? ഫേവറേറ്റ് എല്ലാരും ഫേവറേറ്റ് ആണ്. ഇവിടുത്തെ ദിശയിലെ നിത്യ മിസ് ഫേവറേറ്റ് ആണ്, സ്റ്റാറ്റിക് ജികെയുടെ. പിന്നെ ഞങ്ങളുടെ മെന്റർ ബിബിൻ സാറ് ഫേവറേറ്റ് ആണ്. പിന്നെ അങ്ങനെ പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറെ പുറത്തുനിന്നൊക്കെ ഫാക്കൽറ്റീസ് വരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ സാറിനെ ഇഷ്ടമാണ്, അരവിന്ദ് സാറിനെ ഞങ്ങളുടെ ഞാനിരിക്കുന്നോണ്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത ചോദ്യം, ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ? ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ അമ്മ വിളിക്കും. പഠിച്ചുകൊണ്ടിരിക്കും, അതെവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കും. അതാണ് ഏറ്റവും വലിയ. ഞാനിപ്പോൾ ഒരു മോക്ക് ചെയ്യുവാണെങ്കിലും അത് ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യം കണ്ടില്ലെങ്കിൽ വിളിക്കും, എന്തെങ്കിലും ജോലി ചെയ്യാൻ വിളിക്കും. അതാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. ഓക്കെ. അതുപോലെ അടുത്തത് ഇൻസ്റ്റാഗ്രാം ഓർ ടെലഗ്രാം? ബോത്ത്. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇനിയും മറ്റ് കുറച്ച് ചോദ്യങ്ങളും കൂടി. അതായത് ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ ഉത്തരം പറയാം. അതായത് ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം ഒന്നുകിൽ ട്രൂ ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അത് നന്ദനയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഉത്തരം പറയാം. ഒന്ന് ബിടെക് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് എപ്പോഴും RRB ALP എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ബിടെക് ഫോൾസ്. ഡിപ്ലോമ കഴിഞ്ഞാലും പറ്റും, ITA കഴിഞ്ഞവർക്കും പറ്റും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ ബേസ് ഉള്ളവർക്ക് പറ്റും. പക്ഷെ അവരിലെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് സ്ട്രീമുകൾക്കുള്ളവർക്ക് പൊതുവേ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി പേര് ക്രാക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ITA ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, ബിടെക് ഉണ്ട്. ഒരാൾക്ക് തന്നെ എല്ലാ ഡിഗ്രി എനിക്കറിയില്ല ഇത് പാർട്ട് ടൈം ആയിട്ടാണോ എന്താണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരിങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ. അപ്പം ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ മിനിമം 12 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കണം. ഇല്ല, അങ്ങനെ ഒരു ഇതില്ല, ഒരു ഹവർ ബേസിൽ ഇല്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോകണം. ഇപ്പം ഇന്നത്തെ ദിവസം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഇന്നത്തെ ദിവസം ഒരു 2 മണിക്കൂറേ നമുക്ക് കിട്ടിയുള്ളൂ, ജോലിയെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കിട്ടുവാണെങ്കിൽ ആ 2 മണിക്കൂറെങ്കിലും എഫക്റ്റീവായിട്ട് നമ്മൾ ഇരിക്കാൻ നോക്കുക. ഒരു ദിവസം ഇച്ചിരി നേരമെങ്കിലും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് മാറും എന്നുള്ളൊരു ഇത്. ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കോച്ചിങ് കമ്പൽസറി ആണ്? കോച്ചിങ് കമ്പൽസറി ആണോ എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ എബിലിറ്റി അനുസരിച്ചിരിക്കും. ചിലർക്ക് ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും സ്വയമേ ഓരോന്ന് പഠിക്കുന്നത് അതിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ പഠിച്ചെടുക്കാം. ചിലർ ബുക്സ് നോക്കി പഠിക്കുന്നവരുണ്ട്. ALPക്ക് കോച്ചിങ് ഒന്നും പോവാതെ ഞാനൊരു മെഡിക്കലിന് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് കണ്ട ഒരു പയ്യൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ബുക്ക് നോക്കിയാണ് അവൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. അപ്പം എനിക്കത് വലിയൊരു വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാലും അത് ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ച്. ഓക്കെ. അപ്പോൾ ഇനിയും കുറച്ച് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനിയും നമ്മുടെ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫണ്ണി ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടോ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ? ഒരു തവണ ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ താഴെ വീണെണീറ്റിട്ടുണ്ട്. അത് ഫണ്ണിയായിട്ട് ഓടയ്ക്കകത്ത് കാല് പോയിട്ട് വീണെണീറ്റതാണ്. അത് കുറച്ച് വേഗം ബസ് പിടിക്കാനായിട്ട് ഓടിയത്. അതൊരു അന്നേരം ഒരു ഇതായി, ഒരു കുറച്ച് ഇഷ്യൂസ് ആണ്. എന്നിട്ട് ആ ഒരു വീണെണീറ്റ് 2-3 ദിവസം കാലിലൊക്കെ നീരുണ്ടായിരുന്നു. ആ ഒരു നീരും വെച്ച് ഇവിടെ പഠിക്കാൻ വന്നത്. അതാണ് ഏറ്റവും വലിയ റെസ്റ്റ് എടുത്തില്ല. എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അയ്യോ. ഓക്കെ, ഞാൻ പിന്നെ നന്ദനയുടെ കേസ് പറയുമ്പോൾ നന്ദനെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ക്ലാസ്സിൽ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കണ്ട് ഫ്രണ്ടിൽ വന്നിരിക്കാറുണ്ട് നന്ദന. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് അവിടെ ക്ലാസ് റൂമിൽ ഫ്രണ്ടിൽ വന്നിരിക്കുകയും ഓരോ കാര്യങ്ങളെ വളരെ സീരിയസ്ലി കാണുന്ന പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അന്നേ നോട്ടീസ് ചെയ്യാറുള്ളതായിരുന്നു. അതുപോലെ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ?
പഠിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ക്ലാസ്സിലിരുന്ന് അത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതാണ്. ഇവിടുത്തെ മാത്സ് ക്ലാസ് ആണ്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതാണ്. പക്ഷെ അത് സാറ് കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്തു. ബിബിൻ സാറാണ് അന്ന് മാത്സ് എടുത്തത്. അപ്പൊ ഫ്രണ്ടിൽ വന്നിരുന്ന് ഉറങ്ങുന്നോടെ വെച്ച് അങ്ങനെ. ഓക്കെ. അതുപോലെ എന്തെങ്കിലും എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വലിയ സില്ലി മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എക്സാം ഹാളിലോ അല്ലെങ്കിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ? സില്ലി മിസ്റ്റേക്സ് ചെയ്തിട്ടുള്ളത് എനിക്കൊരു രീതി ഉള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പം മോക്ക് ചെയ്യുവാണെങ്കിലും റിയൽ ടൈം എക്സാം ഹാളിൽ, അതായത് എക്സാമിന് ഇരിക്കുവാണെങ്കിലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ഞാനൊരു 1ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലെങ്കിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയാലും 1ാമത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ അത് കിടക്കും. അത് ഞാൻ തിരിച്ചു വന്ന് ചിലപ്പോൾ ഞാൻ കറക്റ്റ് ആൻസർ ആയിരിക്കും അത് ചെയ്തത്, ഞാൻ ഒന്നേന്ന് തിരിച്ചു വന്ന് അത് അങ്ങനെ ആ ഒരു ടൈമിനെ ബാധിക്കുന്നത് മാത്രമല്ല, ആ ഒരു ബാക്കി എനിക്ക് എൻ്റെ കുറച്ച് മൈൻഡ് സെറ്റ് അത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിപ്പോവും നമ്മൾ പലതും. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്നി ഒരു മാർക്ക് ഫോർ ലേറ്റർ അല്ലെങ്കിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് തന്നെ പോകണം. പക്ഷെ ഞാനിത് അത് നെഗറ്റീവ് അറിയാവുന്നതാണെന്നുള്ള ചിന്തയിൽ അത് മനസ്സിൽ വീണ്ടും കിടക്കുന്നത് എവിടെയോ പഠിച്ചിട്ടുള്ളതാണ് നമ്മള്. പക്ഷേ ഓക്കെ ഓക്കെ. ഇനി അതുപോലെ റിസൾട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ആരോടാണ് പറഞ്ഞത്? ഫസ്റ്റ് ഷെയർ ചെയ്ത് ആരോടാണ്? ഫസ്റ്റ് ഷെയർ ചെയ്തത് ഞാൻ അമ്മയുടെ അടുത്താണ് ആദ്യം ചെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. കാര്യം ഞാൻ RRB സിക്കന്ദരാബാദാണ് വെച്ചിട്ടുള്ളത്. അമ്മ എന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു വന്ന്, അതായത് ഞാനിപ്പോൾ പോവും, ഞാൻ നാളെ പോവും, ഞാനിപ്പോൾ പോവും. അപ്പം അമ്മ പറയും ആ ശരി പോട്ടെ പോട്ടെ എന്ന് പറയും. ആക്ച്വലി പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ഈ ഒരു ഇത് ക്രാക്ക് ചെയ്ത് എനിക്കിനി CBT 2 ഉണ്ടെന്ന് ചെന്ന് പറയുവാണ്. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ അതിശയിച്ച് നോക്കി കിട്ടിയായിരുന്നല്ലേ, അപ്പം പോവാനായിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോന്ന് ആദ്യമേ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം സ്റ്റിൽ ആൾക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്, അത് പോവാണെന്നുള്ളതിലെ ഒരു സങ്കടം. ഓക്കെ ഓക്കെ. അപ്പോൾ ജോലിയിൽ കയറാൻ പോവാണ്. അപ്പം ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് മുമ്പോട്ട്? ഫ്യൂച്ചർ പ്ലാൻസ് JEE ഇത്തവണത്തത് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കയറണം, അതൊരു ആഗ്രഹമായിട്ടിരിക്കുന്നു. ഇനി പക്ഷെ എനിക്കിപ്പം എക്സാംസിന് പഠിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം. അതെനിക്ക് അറിയില്ല, എൻ്റെ ഒരു ഹോബി ആയിട്ട് മാറി. അതുപോലെ ഒരു ഹോബി, ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാനിപ്പോ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എനിക്കെടുത്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് വന്നു. കാര്യം ഇത്രയും നാളത്തെ പ്രാക്ടീസ് ആണ് അങ്ങനെ ഒരു ഇത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരോട്, റെയിൽവേ അല്ലെങ്കിൽ SSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് വന്ദനയ്ക്ക്? പ്രിപ്പയർ ചെയ്ത് ഇപ്പം ഒരു സ്റ്റാർട്ട് ചെയ്യാം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ജസ്റ്റ് അതെന്താണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്. അതായത് ഇപ്പം ഒരാൾ പഠിച്ചു തുടങ്ങിയിട്ട് ചിലപ്പം പകുതി വഴിക്ക് നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ നിങ്ങൾ 1 or 2 എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ ലെവലെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ പോവുക ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു സ്ഥലത്ത് വന്നു അത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം ആ ഒരു എൻഡിൽ എത്തുന്നവരെ ജസ്റ്റ് ഒന്ന് ശ്രമിക്കാനുള്ളൊരു മൈൻഡ് കൊണ്ടുവരണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വർക്കിലൊക്കെ ആയി ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തിരിച്ച് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാര്യം ഫ്രഷേഴ്സായിട്ട് വന്ന് ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞു പഠിച്ചിറങ്ങുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂ. കാര്യം അവർ ഫ്രഷറപ്പായിട്ട് പഠിച്ച് വരുവാണ്. അപ്പം നമ്മൾ ആ ഒരു പഠിക്കുന്ന ടച്ച് എല്ലാം വിട്ടിട്ട് ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഠിച്ചു തുടങ്ങിയതും അതുമാത്രമല്ല വേറെ കുറച്ച് മൈൻഡ് സെറ്റിനും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അവരുമായിട്ട് കോപ്പപ്പ് ചെയ്ത് കോമ്പറ്റീഷൻ ഫീൽഡിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏജ് ഉള്ളവർക്കും പഠിക്കാം എന്നുള്ളൊരു ഇത്, ഏജ് മാത്രമല്ല ഈ ഒരു കുറച്ച് ബ്രേക്ക് വന്നവർക്കും തിരിച്ച് റിക്കവറായി വരാം. അത് നമ്മൾ തന്നെ ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് എടുക്കാം. ചിലപ്പം വർഷങ്ങൾ എടുക്കാം, ചിലപ്പം മാസങ്ങൾക്കുള്ളിൽ കിട്ടുന്നവരുണ്ടായിരിക്കാം. അത് ഓരോരുത്തരുടെ എബിലിറ്റിയും പിന്നെ അവർ വർക്ക് ചെയ്യുന്ന അവരുടെ ആ ഒരു വർക്ക് ഡെഡിക്കേഷൻ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഈ ALP ആണല്ലോ ക്ലിയർ ചെയ്തത്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. പൊതുവേ ഇന്ത്യൻ റെയിൽവേയിൽ പിന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജോലിക്ക് പെൺകുട്ടികൾ കയറുന്നത് വളരെ കുറവാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പിന്നെ സൗകര്യങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ അത്ര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് നന്ദനയ്ക്ക് തോന്നുന്നത്?
അത് എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് പറയുന്നു, ALP ആണ് കിട്ടിയത്, അല്ലെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം, അയ്യോ ALP ഇത്രയും ചിലർ ഇങ്ങനെ പബ്ലിക്കായിട്ട്, അതായത് നമ്മുടെ കണ്ണ് മുമ്പ് വെച്ച് നമ്മുടെ ഫേസ് ചെയ്ത് പറയും, ഓ ഇതാണോ കിട്ടിയത്, ഇങ്ങനെ ഒരു രീതിയിൽ പറയും. പക്ഷേ ALP ആയിട്ടുള്ളതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പല അലവൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ, സാലറി മാത്രമല്ല പല അലവൻസും എല്ലാം കിട്ടും, റണ്ണിങ് അലവൻസ് എല്ലാം കിട്ടുന്ന ഒരു ജോബാണ്. പിന്നെ സ്ത്രീകൾ ഇത് ചൂസ് ചെയ്യാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഡ്യൂട്ടി അവേഴ്സ്, നമ്മുടെ ആ ഒരു വർക്കിംഗ് ആയിട്ടുള്ളത്, ചിലപ്പം ഈ നൈറ്റ് ഷിഫ്റ്റുകൾ വരുന്നത്, അങ്ങനെ പല, അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഓഫ് സ്റ്റേഷനിലൊക്കെ പോവണ്ടായിരുന്നു, ലോബി ആയിട്ടുള്ള ഇത്, അങ്ങനെയുള്ള പല ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഫാമിലി ലൈഫായിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് കുറെ പെൺകുട്ടികളെ ബാക്കിലേക്ക് വലിക്കുന്നത്. പക്ഷേ ഒരു റെയിൽവേയില് കുറെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം 2-3 നേരടുത്ത് സംസാരിച്ചായിരുന്നു, വരണം പെൺകുട്ടികളെ ALP ആയിട്ടും ഇങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് വരണം, കാര്യം നിങ്ങൾക്കും കുറച്ചും കൂടിയൊക്കെ പേഴ്സണലി ഡെവലപ്പ് ആവാനും നമ്മളൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഇത് പഠിക്കാൻ നല്ലൊരു അവസരമാണിത്. ബോൾഡായിട്ട് ജോലി ചെയ്തിട്ട്, പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും എന്ന് വെച്ചാൽ കിട്ടുന്ന ഒരു അവസരമല്ല. ഇപ്പം ALP എന്ന് പറയുന്നത് എല്ലാ പെൺകുട്ടികളും അങ്ങനെ വരാത്തൊരു ഫീൽഡ്, റെയർ ആയിട്ടൊരു ഫീൽഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു നല്ലൊരു എക്സ്പോഷർ വരും. ഇന്ത്യൻ റെയിൽവേയിലേക്ക് ജോലിക്കായിട്ട് കയറാൻ പോകുന്ന നന്ദനയുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നന്ദനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.